ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 69 എപ്പിസോഡ്. 2033 എന്ന മഹാജൂബിലി വർഷം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരിച്ചുത്ഥാനം ചെയ്തിട്ട് കൃത്യം 2000 വർഷം തികയുന്ന വത്സരം. നമ്മൾ ജീവിച്ചിരിക്കുമെങ്കിൽ ഗംഭീരമായിരിക്കും നമ്മുടെയും എന്താ പറയുക, ഒരു മുഹൂർത്തം, ഓസ്പീഷ്യസ് ടൈം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്കിപ്പോൾ 60 വയസ്സ്. അപ്പോൾ ഒരു 9 കൊല്ലം കൂടി കർത്താവ് എനിക്ക് തരികയാണെങ്കിൽ ഈ മഹാജൂബിലി വത്സരം കണ്ടിട്ട് എനിക്ക് പോകാൻ പറ്റും. ഏതായാലും കർത്താവ് തരുമോ ഇല്ലയോ, അത് കർത്താവിൻ്റെ ഇഷ്ടം. പക്ഷെ നമുക്ക് ഈ 2033 എന്ന വത്സരത്തെ സ്വീകരിക്കാനായിട്ട്, വെൽക്കം ചെയ്യാനായിട്ട് സഭ എന്ന നിലയിൽ നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. അതിലൊരുക്കം പറ്റുമ്പോൾ 9 വർഷം നീണ്ടു നിൽക്കുന്ന ധ്യാനം തുടങ്ങിയിട്ടുണ്ട്. അതിൽ മരിയൻ ധ്യാനത്തിൽ 69 എപ്പിസോഡാണ് നമ്മൾ ധ്യാനിക്കുന്നത്. മറിയത്തിൻ്റെ പള്ളിക്കൂടത്തിലിരുന്ന് ക്രിസ്തുവിനെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ മുഖത്തെക്കുറിച്ച് ധ്യാനിക്കുന്നു. അങ്ങനെയാണ് ജപമാലയെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശേഷിപ്പിച്ചത്. ബെനഡിക്ട് മാർപ്പാപ്പയും അതേ തരത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ തിരുവചന ജപമാല എന്ന പേരിൽ ഞാനൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, തെയോത്തോക്കസിൻ്റെ വചനക്കൊന്ത. അതായത് ബൈബിളിൽ തിരുവചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട്, സാധാരണ ജപമാല തന്നെ, പക്ഷേ എല്ലാത്തിൻ്റെയും തിരുവചന അടിത്തറ നൽകിക്കൊണ്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മരിയധ്യാനത്തിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഈ തെയോത്തോക്കസിൻ്റെ വചനക്കൊന്ത അതിനെ അടിസ്ഥാനമാക്കി. ഈ വചനക്കൊന്തയിലാണെങ്കിലും സാധാരണ ജപമാലയിലാണെങ്കിലും നമ്മൾ കർത്തൃപ്രാർത്ഥന പല പ്രാവശ്യം ചൊല്ലുന്നുണ്ട്. ആ കർത്തൃപ്രാർത്ഥനയിൽ 3ാമത്തെ യാചന നമ്മൾ ചർച്ച ചെയ്യുകയാണിപ്പോൾ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. എന്താണ്? ദൈവത്തിനൊരു ഹിതമുണ്ട്. അങ്ങയുടെ ഹിതം അങ്ങനെയാണല്ലോ പറഞ്ഞത്. പുത്രൻ തമ്പുരാൻ പറയാണ്, പിതാവിനോട് പറയുക, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പോൾ ദൈവത്തിനൊരു ഹിതമുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മോടൊത്തും നമുക്ക് വേണ്ടിയുമുള്ള ഒരു തിരുമനസ്സാണത്. നമ്മോടൊത്തും നമുക്ക് വേണ്ടിയുമാണ് ഈ ഹിതം. അത് നമ്മുടെ ഉണ്മയുടെയും ഇച്ഛയുടെയും മാനദണ്ഡമാകണം. അതാണ് രണ്ടാമത്തെ കാര്യം. ദൈവത്തിൻ്റെ ഒരു ഹിതമുണ്ട്. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ഹിതമാണ്, തിരുമനസ്സാണ്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി. ഒരുപക്ഷെ നമുക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ പോലും അത് നമ്മുടെ ഉണ്മയുടെയും ഇച്ഛയുടെയും മാനദണ്ഡമാകണം. ഈ അടുത്ത കാലത്ത് നമ്മുടെ സന്തോഷ് കുളങ്ങര മറ്റു ചോദിച്ചു, ഈ 2 വയസ്സ് പോലും പ്രായമില്ലാത്ത ഒരു കുഞ്ഞിൻ്റെ ജീവനെടുത്ത ദൈവമാണോ നല്ലവൻ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാൻ കേട്ടു. അദ്ദേഹത്തിന് വിവരമില്ല എന്ന് കരുതാൻ മതി ഇക്കാര്യത്തിൽ. മറ്റു കാര്യങ്ങളൊക്കെ വിവരം ഉണ്ടാകുമായിരിക്കും, ഇക്കാര്യത്തിൽ വിവരമില്ല. എന്തുകൊണ്ടാണ് ആ കുഞ്ഞ് അങ്ങനെ ആയത്? മരിക്കുന്ന കുഞ്ഞ് അങ്ങനെ എന്തായി തീരുന്നു? ബൈബിൾ വെളിപ്പെടുത്തിയത്, കർത്താവ് വെളിപ്പെടുത്തിയത്, അവർ സ്വർഗത്തിലെ മാലാഖമാരെ പോലെ ആകുന്നതാണ്. അവർ എവിടെയാണ് താമസിക്കുന്നത്? സ്വർഗത്തിൽ, ദൈവത്തിൻ്റെ സിംഹാസനം തൊട്ട് താഴെ. അവർ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ മാലാഖയുടെ കയ്യിലേക്കുന്ന ധൂപക്കുറ്റിയിലിടുന്നു. ആ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയരുന്നു. ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അപ്പോൾ നമ്മുടെ കുടുംബത്തിലൊരു കുഞ്ഞ് മാലാഖയായി രൂപാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ സിംഹാസനം തൊട്ട് താഴെ ഇരുന്ന് നമ്മുടെ കുടുംബത്തെ അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മോശം കാര്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കുഞ്ഞ് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. പക്ഷെ ആ കുഞ്ഞ് സ്വർഗത്തിലിരുന്ന് നമ്മുടെ കുടുംബത്തെ അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നു, പ്രതിനിധാനം ചെയ്യുന്നു. ചെറിയ കാര്യമാണോ അത്? അപ്പോൾ ഈ ലോകത്തിലെ ഭൗതിക കാര്യങ്ങൾ മാത്രമാണ് ശരിയെന്ന് വിചാരിക്കുന്നവർക്ക് അതൊക്കെ മൗഢ്യമായി തോന്നാം. പക്ഷേ ദൈവം കാണുന്നത് നമ്മുടെ ആത്യന്തികമായ നന്മയാണ്. അതുകൊണ്ട് അവൻ ചെയ്യുന്ന എല്ലാം നമ്മുടെ നന്മയ്ക്കാണ്, നമ്മൾ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും. അപ്പോൾ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ഉറപ്പിക്കുകയാണ്. ഒന്ന്, ദൈവത്തിനൊരു ഹിതമുണ്ട്. നമ്മോടൊത്തും നമുക്ക് വേണ്ടിയുമുള്ള, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള തിരുമനസ്സാണത്. അതാണ് ഒന്നാമത്തെ കാര്യം. 2, അത് നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ഉണ്മയുടെ, നമ്മുടെ ഇച്ഛയുടെ മാനദണ്ഡമായിരിക്കണം. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കലാണ് എൻ്റെ ജീവിത ദൗത്യം. ഇതാണ് ഈ പ്രാർത്ഥന കൊണ്ട് ഉപയോഗിക്കുന്ന ആദ്യത്തെ കാര്യം, ഉദ്ദേശിക്കുന്ന ആദ്യത്തെ 2 കാര്യങ്ങൾ. എന്താണ് ഈ സ്വർഗത്തിൻ്റെ സാരാംശം എന്ന് പറഞ്ഞാൽ? സ്വർഗത്തിൻ്റെ സാരാംശം എന്താണ് സ്വർഗം? ദൈവത്തിൻ്റെ തിരുമനസ്സിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാത്ത അവസ്ഥ. ദൈവത്തിൻ്റെ തിരുമനസ്സിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാത്ത അവസ്ഥയാണ് സ്വർഗം. അതാണ് സ്വർഗത്തിൻ്റെ സാരാംശം. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായ അർത്ഥത്തിൽ, സമ്പൂർണമായ അർത്ഥത്തിൽ പാലിക്കപ്പെടുന്ന ഇടം. ദൈവത്തിൻ്റെ ഹിതം സമ്പൂർണമായ തലത്തിൽ, സമ്പൂർണമായ രീതിയിൽ, സമ്പൂർണമായ അർത്ഥത്തിൽ, പൊരുളുകളിൽ പാലിക്കപ്പെടുന്ന ഇടമാണ് സ്വർഗം. ഈ ദൈവഹിതം പാലിക്കപ്പെടുന്ന ഇടത്തെയാണ് സ്വർഗം എന്ന് പറയണേ. ദൈവഹിതം പാലിക്കപ്പെടുന്ന, അതായത് ഒട്ടും വ്യതിചലിക്കാതെ പാലിക്കപ്പെടുന്ന ഇടമാണ് സ്വർഗം. ദൈവത്തിൻ്റെ തിരുമനസ്സിനോട് ഒന്നായി തീരുന്നതാണ് ഈ സ്വർഗത്തിലായിരിക്കുക എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ തിരുമനസ്സിനോട് ഒന്നായി തീരുന്നതാണ് സ്വർഗത്തിലായിരിക്കുക എന്ന് പറയുന്ന അന്തസാരം. എന്ന് വെച്ചാൽ
സത്യത്തിൻ്റെയും മനസ്സിൻ്റെയും ഒന്നാകലിനെയാണ് സ്വർഗം എന്ന് പറയണേ. സത്യത്തിൻ്റെയും മനസ്സിൻ്റെയും, സത്യം ദൈവം, മനസ്സ് എൻ്റെ മനസ്സ് ദൈവമായിട്ട് ഒന്നാകുക, ദൈവത്തിൻ്റെ ഹിതവുമായിട്ട് ഒന്നാകുക, അതാണ് സ്വർഗത്തിലായിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് പറഞ്ഞാൽ സ്വർഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതം ഒരു തരത്തിലും വ്യതിചലിക്കാതെ സമ്പൂർണ്ണമായി പാലിക്കപ്പെടുന്ന അവസ്ഥയും അല്ലെങ്കിൽ ഇടമാണ്. അത് എൻ്റെ മനസ്സിലും എൻ്റെ ജീവിതത്തിലും എൻ്റെ ചുറ്റുമുള്ളവരുടെ മനസ്സിലും വരണം. അപ്പോൾ സ്വർഗം എന്ന് പറയുന്ന സത്യം എൻ്റെ മനസ്സ് എൻ്റെ ചുറ്റുപാടുകളിലും ഒന്നായി തീരുന്ന അവസ്ഥ ഉണ്ടാകണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു പൊരുള്. എന്ന് വെച്ചാൽ ഭൂമി സ്വർഗമാകുന്നത് ദൈവത്തിൻ്റെ തിരുമനസ് പാലിക്കപ്പെടുമ്പോഴും പാലിക്കപ്പെടുന്ന അളവിലുമാണ്. ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഭൂമി സ്വർഗമാകുന്നത് ദൈവത്തിൻ്റെ തിരുമനസ് പാലിക്കപ്പെടുമ്പോഴും പാലിക്കപ്പെടുന്ന അളവിലുമാണ്. ദൈവഹിതത്തെ പിന്തിരിയുകയോ അല്ലെങ്കിൽ പുറംതിരിഞ്ഞ് നടക്കുകയോ ചെയ്യുന്ന അത് അങ്ങനെ നടന്നാൽ ഈ സ്വർഗത്തിൻ്റെ വിപരീതം എന്താണ്? ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ ഭൂമിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് നമ്മൾ ഉപേക്ഷ കാണിച്ച് പോയാൽ, ദൈവഹിതം പാലിക്കാതെ പോയാൽ ഭൂമിയായിരിക്കും, സ്വർഗ്ഗമാകില്ല. ഭൂമിയായിരിക്കും, സ്വർഗമാകില്ല. അപ്പോൾ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭൂമി സ്വർഗമായി മാറണമെന്നാണ്. അതായത് ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായ അർത്ഥത്തിലും പൂർണ്ണമായ അളവിലും ഇവിടെ പാലിക്കപ്പെടണം എന്നൊരു മോഹമാണ് അതിലൂടെ ആവിഷ്കരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കൊരു ചോദ്യം വരും, എന്താണ് ദൈവഹിതം എന്ന് എങ്ങനെ അറിയാം? എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ദൈവഹിതം എന്ന് എങ്ങനെ അറിയാം? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ഇപ്പം നമുക്ക് ഈ അപേക്ഷയിലെ 2 പ്രധാനപ്പെട്ട പൊരുളുകൾ പറഞ്ഞു, പിന്നെ സ്വർഗത്തിൻ്റെ സാരാംശം എന്തെന്ന് പറഞ്ഞു, ഭൂമി സ്വർഗമായി മാറുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതൊന്ന് നന്നായിട്ട് ധ്യാനിക്കുക. മറ്റു കാര്യങ്ങൾ നമുക്ക് എന്താണ് ദൈവഹിതം, എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന കാര്യം അത് നമുക്ക് അടുത്ത ധ്യാനത്തിൽ ചിന്തിക്കാം. ഇന്ന് നമുക്ക് കുറേ കൂടി അർത്ഥം അറിഞ്ഞ് പ്രാർത്ഥിക്കാം, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.